നമസ്കാരം, ഞാൻ വർഗീസ് കളത്തിൽ ഡിയർഡ് ആർട്ട് എഡ്യൂക്കേഷൻ എന്ന ചാനലിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും ഹൃദയപൂർവ്വം ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കലയും സംസ്കാരവും തമ്മിലുള്ള ബന്ധവും കലയുടെ ലഘു ചരിത്രവുമാണ്. കലയുടെ ചരിത്രം എന്നൊന്നുണ്ടോ? കലയുടെ ചരിത്രം എന്ന് പറഞ്ഞാൽ മാനവരാശിയുടെ ചരിത്രം എന്നാണ് അർത്ഥം. കലയ്ക്ക് മാത്രമായ ഒരു ചരിത്രം നമുക്ക് അവകാശപ്പെടാനാവില്ല. ഈ കലയുടെ ചരിത്രത്തിന് മനുഷ്യരാശിയുടെ ചരിത്രത്തിനോടൊപ്പം തന്നെ പഴക്കമുണ്ട്. മനുഷ്യരിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേക സവിശേഷതയാണ് സംസ്കാരം എന്ന് പറയുന്നത്. ജീവിതചര്യയിലും ജീവിത രീതികളിലുമൊക്കെ അത് നിലനിൽക്കുന്നു. കൃഷിയും വിശ്വാസങ്ങൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ധർമ്മങ്ങൾ, നിയമങ്ങൾ, ഭാഷ, കലാസൃഷ്ടികൾ, നമ്മളിത് കാണുന്ന സാങ്കേതിക വിദ്യകൾ, ഇതൊക്കെ സംസ്കാരത്തിൻ്റെ സാക്ഷ്യങ്ങളാണ് എന്നാണ് പറയുന്നത്. ഈ സംസ്കാരമാണ് മനുഷ്യനെ മറ്റു ജീവികളിൽ നിന്ന് വേർതിരിക്കുന്നതും. മാനവരാശിയുടെ ചരിത്രം പറയുമ്പോൾ നമ്മളുടെ മുന്നിലേക്ക് വരുന്ന കാലഘട്ടങ്ങൾ പ്രധാനമായും ഏതൊക്കെ ആയിരിക്കാം? അതൊന്ന് ശിലായുഗവും ലോഹയുഗവും ഒക്കെയാണ്. മനുഷ്യൻ നിവർന്നു നിന്ന് ആയുധങ്ങൾ ഉപയോഗിച്ചു തുടങ്ങിയ കാലം മുതൽ ശിലായുഗത്തിലും തുടർന്ന് ലോഹയുഗത്തിലുമായി മനുഷ്യൻ്റെ ചരിത്രം നിർണയിച്ചു. ഒരു കൂട്ടായ ജീവിതത്തിലൂടെ മനുഷ്യനിൽ ഒരു സാമൂഹിക ബോധമുണ്ടായി. കാലത്തിൻ്റെ മാറ്റം കൊണ്ട് പുരോഗമിക്കുന്ന ഒരേ ഒരു ജീവി വിഭാഗം മനുഷ്യനാണ് എന്നാണ് പറയുന്നത്. നമുക്കറിയാം, ഒരു 50 വർഷം മുമ്പുള്ള മനുഷ്യരെ എടുത്താൽ ഇന്നത്തെ മനുഷ്യരുമായി അവർക്ക് വലിയ വ്യത്യാസമുണ്ട്. 50 വർഷം മുമ്പുള്ള മനുഷ്യൻ്റെ ജീവിത രീതിയല്ല ഇന്നത്തേത്. അവൻ്റെ വസ്ത്രധാരണം വ്യത്യസ്തമാണ്, ഭാഷ വ്യത്യസ്തമാണ്, അവൻ്റെ ജീവിത സൗകര്യങ്ങൾ വ്യത്യസ്തമാണ്, അവൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ വ്യത്യസ്തമാണ്. അങ്ങനെ 50 വർഷം കൊണ്ട് മനുഷ്യ ചരിത്രം വല്ലാണ്ട് മാറിയിട്ടുണ്ട്. പക്ഷേ 50 വർഷം ഒരു മൃഗങ്ങളിലും ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. 50 വർഷം മുമ്പുള്ള പൂച്ചയും ഇന്നത്തെ പൂച്ചയും തമ്മിൽ ഒരു വ്യത്യാസമില്ല. 50 വർഷം മുമ്പുള്ളൊരു കുതിരയും ഇന്നത്തെ കുതിരയും തമ്മിൽ യാതൊരു വ്യത്യാസമില്ല. 50 വയസ്സ് പ്രായം കൂടി എന്നുള്ളതല്ലാതെ മറ്റു മാറ്റങ്ങളൊന്നും അതിനില്ല. പക്ഷേ മനുഷ്യൻ 50 വർഷം കൊണ്ട് എല്ലാ കാര്യങ്ങളിലും വലിയ മാറ്റമുണ്ടായിരിക്കുന്നു. കാലത്തിൻ്റെ മാറ്റം കൊണ്ട് പുരോഗമിക്കുന്ന ഒരേ ഒരു ജീവിവർഗം മനുഷ്യനാണ് എന്ന് പറയാം. കിട്ടുന്നത് കൊണ്ട് വിശപ്പടക്കിയിരുന്ന കാലം പിന്നിട്ട് ഭൂമിയിൽ വിയർപ്പൊഴുക്കി ജീവൻ ഉണർത്താൻ നമ്മൾ ശ്രമിച്ചു. മണ്ണിനോടുള്ള ബന്ധമാണ് യഥാർത്ഥത്തിൽ സംസ്കാരത്തിൻ്റെ ആരംഭം എന്ന് നമുക്ക് പറയാം. ഒറ്റതിരിഞ്ഞ് നടക്കുകയായിരുന്ന മനുഷ്യർ അവൻ പ്രകൃതിയുടെ വിഭവങ്ങളെ കൈയടക്കിക്കൊണ്ട് നദീതീരങ്ങളിൽ താവളം ഉറപ്പിച്ചു. നമുക്കറിയാം എന്തുകൊണ്ടാണ് നദീതീരങ്ങളിൽ താവളം ഉറപ്പിച്ചതെന്ന് ചോദിച്ചാൽ, വേനൽക്കാലത്ത് പുഴ മെലിഞ്ഞൊഴുകുകയും മഴക്കാലമാവുമ്പോൾ വികസിക്കുകയും ചെയ്യും. മഴക്കാലത്ത് നദി വല്ലാതെ വളരുകയും നദിയുടെ കരയിലുള്ള മുഴുവൻ സ്ഥലങ്ങളും അത് കയ്യേറുകയും ചെയ്യും. വീണ്ടും വേനലാവുമ്പോൾ പുഴ മെലിയും. അപ്പോൾ അത്രയും വെള്ളം കയറിയിരുന്ന സ്ഥലം മുഴുവൻ എക്കൽ നിറയുകയും ഏറ്റവും ഫലഭൂയിഷ്ടമായ കൃഷിയിടമായി മാറുകയും ചെയ്യും. എന്തുകൊണ്ടാണ് നദീതീരം തിരഞ്ഞെടുത്തത്? മനുഷ്യൻ്റെ ജീവിതത്തിന് ഏറ്റവും ആവശ്യമായ ജലം ലഭിക്കുന്നത് നദിയിൽ നിന്നാണ്. അപ്പോൾ സ്വാഭാവികമായും നദീതീരമാണ് ഒരു മനുഷ്യന് താമസിക്കാൻ ഏറ്റവും സേഫായ സ്ഥലം. വെള്ളത്തിന് പഞ്ഞമില്ല, കൃഷി ചെയ്യാൻ എല്ലാ സൗകര്യങ്ങൾക്കും വെള്ളമുണ്ട്. ഒറ്റയ്ക്ക് ജീവിച്ചിരുന്ന മനുഷ്യൻ പിന്നീട് കൃഷിയുമായി ബന്ധപ്പെട്ട സാംസ്കാരിക വളർച്ചയിൽ കൂട്ടമായി ജീവിക്കാൻ തുടങ്ങി. അങ്ങനെ മനുഷ്യൻ ഒരു സമൂഹ ജീവിയായി മാറി എന്ന് തന്നെ പറയാം. ഈ പരിണാമത്തിൻ്റെ കഥയിലാണ് മനുഷ്യ സംസ്കാരത്തിൻ്റെ ചരിത്രം ഉറങ്ങുന്നത്. സാമൂഹ്യ ചിന്തയുടെയും സമത്വബോധത്തിൻ്റെയും വെളിച്ചത്തിലാണ് യഥാർത്ഥ മനുഷ്യ വളർച്ചയുടെ മനോഹര ചിത്രങ്ങൾ. എന്തായിരിക്കും കലയുടെ ഉത്ഭവം? കല എങ്ങനെയായിരിക്കാം ഉണ്ടായിട്ടുള്ളത്? കല എന്ന് പറയുന്ന ആശയവിനിമയത്തിനുള്ള ഒരു വലിയ മാധ്യമമാണ്. അപ്പോൾ കലയെ ആദ്യമായി മനുഷ്യൻ പ്രയോജനപ്പെടുത്തിയതും ആശയവിനിമയത്തിന് വേണ്ടിയാണ് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഒരുപക്ഷെ മനുഷ്യൻ ഗുഹകളിൽ താമസിച്ചിരുന്നൊരു പഴയ കാലത്ത്, ഭാഷ ഇല്ലാതിരുന്നൊരു കാലത്ത്, താൻ പുറത്തു പോയപ്പോൾ മരങ്ങൾക്കിടയിൽ കണ്ട വിചിത്രമായൊരു രൂപത്തെ തൻ്റെ ഗുഹയിൽ ഒന്നിച്ച് താമസിക്കുന്ന ആളുകളോടല്ലേ തന്നോടൊപ്പം താമസിക്കുന്ന ആളുകളോട് എങ്ങനെയായിരിക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവുക? ഭാഷ ഒരു വലിയ പ്രതിസന്ധിയായപ്പോൾ സ്വാഭാവികമായും കയ്യിൽ കിട്ടിയ കൂർത്ത ആയുധങ്ങൾ കൊണ്ട്, കല്ലുകൾ കൊണ്ട്, അല്ലെങ്കിൽ മരം കത്തി വീണ കരിഞ്ഞ കരിക്കട്ട കൊണ്ട് താൻ ഇരിക്കുന്ന പാറയുടെ വശങ്ങളിലോ അല്ലെങ്കിൽ താൻ താമസിക്കുന്ന ഗുഹയുടെ ഭിത്തിയിലോ ഒക്കെ കോറിയിട്ട വരകളാവാം ചിത്രകലയുടെ അടിസ്ഥാനമായത് എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് നടന്നു പോകുന്ന താൻ കണ്ട ജീവിയെ, വിചിത്രമായ വലിയ ജീവിയെ, തൻ്റെ കൂട്ടുകളുടെ ആൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി അതിനെ ശബ്ദം അനുകരിച്ചതാവാം. അതല്ലെങ്കിൽ അതിൻ്റെ നടക്കുന്ന രീതി കാണിച്ചു കൊടുത്ത് അഭിനയിച്ച് കാണിച്ചതാവാം. ഇതൊക്കെ നമ്മൾ കാണുന്ന ദൃശ്യ ശ്രവ്യ കലകളുടെ ആദിമ രൂപമാണ് എന്ന് പറയാൻ പറ്റും. കല എന്നത്
ആശയവിനിമയത്തിനുള്ള ഒരു മീഡിയമാണ്, ഒരു മാധ്യമമാണ് എന്നത് തന്നെയാണ് കലയുടെ ഉത്ഭവവുമായി ബന്ധപ്പെട്ട് എടുത്തു കാണിക്കാനുള്ളത്. കലയും സംസ്കാരവും തമ്മിലുള്ള ബന്ധം. ഒരു ജനത, ഒരു ആദിമ ജനത, അവർ വളരെ സംസ്കാര സമ്പന്നരായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നതും അത് നമ്മൾക്ക് ബോധ്യപ്പെടുന്നതും അവരവശേഷിപ്പിച്ച തിരിശേഷിപ്പുകളിൽ നിന്നാണ്. അവരുപയോഗിച്ചിരുന്ന വസ്ത്രങ്ങളുടെ പ്രത്യേകതകൾ, അവരുപയോഗിച്ചിരുന്ന ആയുധങ്ങളുടെ പ്രത്യേകതകൾ, അവർ ഭിത്തികളിൽ കോറിയിട്ട ചിത്രങ്ങളുടെ പ്രത്യേകതകൾ, അവർ ആശയ സംവേദനത്തിന് ഉപയോഗിച്ചിരുന്ന മറ്റു മാധ്യമങ്ങൾ, അവർ താമസിച്ചിരുന്ന കെട്ടിടങ്ങൾ, ഇതിൻ്റെയൊക്കെ തിരിശേഷിപ്പുകളിൽ നിന്നാണ് ആ ഒരു ജനത വളരെ സംസ്കാരമുള്ളവരായിരുന്നു എന്ന് നമ്മൾ പറയുന്നു. അപ്പോൾ ഇന്ന് അതിന് തിരിശേഷിപ്പുകളായിട്ട് തീർന്നിട്ടുള്ളതെല്ലാം കലകളുമായി വളരെ ബന്ധമുള്ളതാണ്. അപ്പോൾ ആ സംസ്കാരത്തിന് കലയുമായി വളരെ ബന്ധമുണ്ട്. അപ്പോൾ കലയാണോ സംസ്കാരമാണോ ആദ്യം ഉണ്ടായത് എന്ന് ചോദിച്ചാൽ, വിത്താണോ മരമാണോ ആദ്യം ഉണ്ടായതെന്ന് ചോദിക്കുന്ന പോലെയുള്ളൊരു തമാശയാണ്. വിത്തിൽ നിന്ന് മരം ഉണ്ടാകുന്നു, മരത്തിൽ നിന്ന് പിന്നെയും വിത്തുണ്ടാകുന്നു എന്ന് പറയുന്ന പോലെ കലയിൽ നിന്ന് സംസ്കാരം ഉണ്ടാകുന്നു, സംസ്കാരത്തിൽ നിന്ന് പിന്നെയും കലയുണ്ടാകുന്നു. കലയിൽ നിന്ന് സംസ്കാരവും സംസ്കാരത്തിൽ നിന്ന് കലയും ഉണ്ടാകുന്ന പിഴ പിരിക്കാനാവാത്ത ഒരു വലിയ ബന്ധമാണ് കലയും സംസ്കാരവും തമ്മിലുള്ളത്. കല മനുഷ്യ സംസ്കാരത്തിൻ്റെ സൃഷ്ടാവാണ്. താളബോധവും നാദഭംഗിയും വർണ്ണ സൗന്ദര്യവും തിരിച്ചറിയാൻ കഴിയാത്ത ഒരു ജനത ഒരിക്കലും പുരോഗതി പ്രാപിക്കുകയില്ല. കാലത്തെ വെല്ലുന്ന കരുത്താർജിക്കാൻ മനുഷ്യ സമൂഹത്തിന് കലയുമായി സംസ്കാരവുമായി ബന്ധമുണ്ടായേ പറ്റൂ എന്നതാണ് യാഥാർത്ഥ്യം. ഈ കലാരൂപങ്ങൾ എങ്ങനെയൊക്കെ ആയിരിക്കും ഉടലെടുത്തിട്ടുണ്ടാവുക? പ്രകൃതി ശക്തികളെ പ്രീതിപ്പെടുത്താൻ, വന്യമൃഗങ്ങളെ മെരുക്കാൻ കലയെന്നും പ്രയോജനപ്പെട്ടിരുന്നു. പ്രകൃതി പ്രതിഭാസങ്ങളിൽ മനുഷ്യൻ കലയുടെ വിവിധ ഭാവങ്ങൾ ദർശിച്ചു. ഇവയിൽ നിന്ന് പ്രചോദനം ലഭിച്ച മനുഷ്യർ ചുവടുവയ്ക്കാനും നൃത്തം ചെയ്യാനും ഒക്കെ തുടങ്ങി എന്ന് നമുക്ക് കരുതാം. മനുഷ്യർ അവൻ്റെ മാനസിക ഉല്ലാസത്തിന് വേണ്ടിയാണ് കലകളെ രൂപപ്പെടുത്തിയത് എന്ന് പറയാറുണ്ട്. പക്ഷേ പലപ്പോഴും യാഥാർത്ഥ്യം അതല്ല. മനുഷ്യൻ്റെ ജീവിതാനുഭവങ്ങളുടെ സമഗ്രതയും മൂർത്തമായ ആവിഷ്കാരവുമാണ് കലാരൂപങ്ങൾ. കലയുടെ ആദിമ ചരിത്രം പരിശോധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും, കലാരൂപങ്ങളുടെ പ്രകടനങ്ങളൊന്നും നമ്മുടെ ആസ്വാദനത്തിന് വേണ്ടി ആയിരുന്നില്ല. അവൻ്റെ ആരാധനകൾ, അവൻ്റെ അനുഷ്ഠാനങ്ങൾ, അവൻ്റെ ജീവിതചര്യകൾ, അവൻ്റെ ആഘോഷങ്ങൾ, ഇതൊക്കെ കലയുമായി ബന്ധപ്പെട്ടാണ് ഉണ്ടായിരുന്നത്. കല ഒരിക്കലും ആസ്വാദനത്തിന് വേണ്ടി ആയിരുന്നില്ല, അവൻ്റെ ദിനചര്യയുടെ ഭാഗമായിരുന്നു കല എന്ന് വേണം മനസ്സിലാക്കാൻ. കല എന്ന പദത്തിന് ഇംഗ്ലീഷിൽ ആർട്ട് എന്ന് പറയുന്നു. ആർട്സ് എന്ന ലാറ്റിൻ പദത്തിൽ നിന്നുമാണ് കല എന്നർത്ഥം വരുന്ന ആർട്ട് എന്ന പദം ഉടലെടുത്തത്. സംസ്കൃത ഭാഷയ്ക്ക് കലയിൽ ശില്പം എന്നാണ് അർത്ഥം പറയുന്നതെങ്കിലും ആഹ്ലാദം നൽകുന്നത് എന്ന അർത്ഥമുള്ള കംലാദി എന്ന വാക്കിൽ നിന്നാണ് കല എന്ന പദമുണ്ടായത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഭാരതീയ പശ്ചാത്തലത്തിൽ കലയുടെ വികാസം എങ്ങനെയാണ്? ഭാരതീയ പശ്ചാത്തലത്തിലെ കലയുടെ വികാസം എന്ന് പറയുന്നത് ആചാരങ്ങളിലൂടെയും അനുഷ്ഠാനങ്ങളിലൂടെയും ആഘോഷങ്ങളിലൂടെയും സാമുദായിക വിശ്വാസങ്ങളിലൂടെയും ഒക്കെയാണ് നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ടിരുന്നത്. ഭാരതത്തിൽ കലകൾ ഉടലെടുത്തത് മതപരവും ദേശീയവും പ്രാദേശികവും സാമുദായികവും എന്നൊക്കെയുള്ള സ്വാധീനങ്ങളുമായി ബന്ധപ്പെട്ടാണ്. കലയുടെ ഉത്ഭവത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. കലയുടെ വികാസം നമ്മുടെ ഭാരതീയ പശ്ചാത്തലത്തിൽ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ആഘോഷങ്ങളും സാമുദായിക വിശ്വാസങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടാണ് കലയുടെ വികാസം ഉണ്ടായത്. അതിൽ മതപരവും ദേശീയപരവും പ്രാദേശികവും സാമുദായികവുമായിട്ടുള്ള സ്വാധീനങ്ങൾക്കും ഭരണകൂടങ്ങൾക്കും ഒക്കെ ഇടപെടലുകളുടെയൊക്കെ ഭാഗമായി പരസ്പരമുള്ള കൊടുക്കൽ വാങ്ങലുകളിലൂടെയൊക്കെയാണ് ഈ കലകൾ വളർന്നത്. യഥാർത്ഥത്തിൽ ഭാരതത്തിൽ നിത്യജീവിതത്തിൽ കലയ്ക്ക് വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നു. ആരാധനകളിലും അനുഷ്ഠാനങ്ങളിലുമൊക്കെ കലയെ വേർതിരിച്ച് ഒരിക്കലും ഭാരതീയ സംസ്കാരത്തെ നമുക്ക് അളക്കാനോ പറയാനോ ആവില്ല. വേദങ്ങളുടെ നാടാണ് ഭാരതം. നമുക്കറിയാം 4 വേദങ്ങളാണുള്ളത്. ഋഗ്വേദം, സാമവേദം, യജുർവേദം, അഥർവവേദം എന്നിങ്ങനെ 4 വേദങ്ങളെ കുറിച്ച് പറയുന്നു. പക്ഷേ ഭാരതത്തിൽ വേദങ്ങളോടൊപ്പം പരിഗണിക്കുന്ന മറ്റൊന്നും പഞ്ചമവേദം എന്നറിയപ്പെടുന്നത് അത് നാട്യശാസ്ത്രമാണ്. ഭരതമുനി എഴുതിയ നാട്യശാസ്ത്രത്തെയാണ് പഞ്ചമവേദം എന്ന് പറയുന്നത്. ഈ നാട്യശാസ്ത്രം കലകളെ 64 വിഭജിച്ചിട്ടുണ്ട്. ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് വേദങ്ങൾ, ഉപനിഷത്തുകൾ, പുരാണങ്ങൾ, യജ്ഞങ്ങൾ, മറ്റാചാരവിശേഷങ്ങളുമായി എന്നിവയുമായി ബന്ധപ്പെട്ടാണ് ഭാരതത്തിൽ ശാസ്ത്രീയ കലകൾ രൂപം കൊണ്ടതും വികസിച്ചു വന്നതും. പ്രാദേശികമായി നിലനിന്നിരുന്ന കലാരൂപങ്ങളെ ദേശീയ എന്ന് പറഞ്ഞു. ശാസ്ത്രീയമായി ചിട്ടപ്പെടുത്തി കൃത്യമായ നിയമങ്ങളിലൂടെ അവതരിപ്പിക്കപ്പെട്ട കലകളെ മാർഗി എന്നും. ഇതിന്റെ ഘട്ടങ്ങൾക്കനുസരിച്ച്
ഇതിൻ്റെ ഘട്ടങ്ങൾക്കനുസരിച്ച് പ്രാചീന കലകൾ, നവോത്ഥാന കലകൾ, ആധുനിക കലകൾ എന്നൊക്കെ വേർതിരിച്ചിട്ടുണ്ട്. പ്രാദേശികവും നാടോടിയും ശാസ്ത്രീയവുമായ അത്യന്തം വ്യത്യസ്തമായ നിരവധി കലകളാൽ സമ്പന്നമാണ് ഭാരതം. നമുക്കൊന്നു പറയാം, വളരെ സംസ്കാരത്തിൽ, കലകളുടെ സംസ്കാരത്തിൽ വളരെ സമ്പന്നമാണ് ഭാരതം. അതിൽ പ്രാചീന കലകളായാലും ക്ഷേത്രകലകളായാലും ഗോത്രവർഗ കലകളായാലും ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും ഭാഗമായിട്ടുള്ള കലകളായാലും എത്രയും വ്യത്യസ്തമായ കലകളാൽ സമ്പന്നമാണ് നമ്മുടെ ഭാരതം എന്ന് ഇത് നമ്മളെ ബോധ്യപ്പെടുത്തുന്നു. ഈ കലയുടെ വളർച്ചയിലെ കേരളീയ പശ്ചാത്തലം സംഘകാലം മുതൽ തന്നെ തമിഴകത്തിന്റെ ഭാഗമെന്ന നിലയിലും സ്വതന്ത്രമായും നാടോടിയായ ധാരാളം കലാരൂപങ്ങൾ കേരളത്തിലുണ്ടായിരുന്നു. കേരളത്തിലെ ശാസ്ത്രീയ കലകളെ വളർത്തിയത് മുഴുവൻ ക്ഷേത്രങ്ങളാണ്. ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചാണ് കേരളത്തിൽ നമ്മൾ ഇന്ന് കാണുന്ന ശാസ്ത്രീയ കലകൾ മിക്കവാറും എല്ലാം ഉദയം പ്രാപിച്ചതും വളർന്ന് വലുതായതും. ഇന്ന് നമ്മൾ പുറത്ത് കാണുന്ന പല ശാസ്ത്രീയ കലാരൂപങ്ങളും ഒരു കാലത്ത് അവതരിപ്പിച്ചിരുന്നത് ക്ഷേത്രങ്ങളുടെ ഉള്ളിൽ മാത്രമായിരുന്നു. പിന്നീടാണത് പുറം ലോകത്തേക്ക് വന്നത്. ക്ഷേത്രങ്ങളുടെ ആചാരങ്ങളുടെ അനുഷ്ഠാനങ്ങളുടെയും ഭാഗമായിട്ടാണ് അത്തരം കലാരൂപങ്ങൾ അവതരിപ്പിക്കപ്പെടുകയും അത് സംരക്ഷിക്കുകയും വളർത്തുകയും ചെയ്തതിൽ ക്ഷേത്രങ്ങൾക്ക് നിർണായകമായ പങ്കുണ്ട്. ക്ഷേത്ര ആചാരങ്ങൾ, ഉത്സവങ്ങൾ, അനുഷ്ഠാനങ്ങൾ എന്നിവയുടെ നിർവഹണത്തിന് കലാരൂപങ്ങൾ വലിയ പങ്ക് വഹിച്ചിരുന്നു. സഹസ്രാബ്ദങ്ങളുടെ പഴമയും പാരമ്പര്യവും അവകാശപ്പെടുന്ന കലകൾ കേരളത്തിന്റെ പല ക്ഷേത്രങ്ങളിലും ഇന്ന് പ്രയോഗത്തിലുണ്ട്. ക്ഷേത്രങ്ങളിൽ കലാരൂപങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടി മാത്രം പ്രത്യേക കൽമണ്ഡപങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ക്ഷേത്രത്തിന്റെ ഉള്ളിൽ സ്റ്റേജിന് സമാനമായ 4 വശത്തും ഇരുന്ന ആൾക്കാർക്ക് കലാരൂപങ്ങൾ ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കൽമണ്ഡപങ്ങൾ ഇന്നും എല്ലാ ക്ഷേത്രങ്ങളിലും പോയാൽ കാണാം. നമ്മുടെ ക്ഷേത്രങ്ങളിലുള്ള കൂത്തമ്പലങ്ങളൊക്കെ ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ്. കഥകളി, കൂത്ത്, തുള്ളൽ, കൂടിയാട്ടം, തിടമ്പ് നൃത്തം തുടങ്ങിയ ക്ഷേത്രകലകളൊക്കെ ജനങ്ങൾ ക്ഷേത്ര ആചാരങ്ങളുടെ ഭാഗമായി ആണ് ആസ്വദിച്ചിരുന്നത് അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരുന്നത്. ആ കലാരൂപങ്ങളുടെയൊക്കെ വളർച്ചയിൽ ക്ഷേത്രങ്ങൾക്ക് വലിയ പങ്കുണ്ട് എന്നർത്ഥം. അതുപോലെ അനുഷ്ഠാന കലാരൂപങ്ങളായ തെയ്യം, പടയണി, കോലംതുള്ളൽ, സർപ്പം തുള്ളൽ, കാവടിയാട്ടം, ഗരുഡ നൃത്തം, കളമ്പാട്ട് തുടങ്ങിയവ ഇന്നും കേരളത്തിലെ ക്ഷേത്രങ്ങളിലും കാവുകളിലും ഉപയോഗിക്കുന്നുണ്ടെന്നും ഇവയൊക്കെ ഒരു പരിധിവരെ സംരക്ഷിച്ചതും വളർത്തിയതും ക്ഷേത്രങ്ങൾ തന്നെയാണ് എന്ന് പറയുന്നു. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ക്ലാസ്സുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റുകളായി എന്നെ അറിയിക്കുക. നിങ്ങൾക്ക് ഏതെങ്കിലും ഭാഗം കൂടുതൽ വിശദീകരിച്ച് തരണമെന്നുണ്ടെങ്കിൽ എന്നെ അറിയിക്കാം. എൻ്റെ നമ്പർ ഇതിനോടൊപ്പം ചേർത്തിട്ടുണ്ട്. ഈ ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനപ്പെടും എന്ന് ഞാൻ കരുതുകയാണ്. എല്ലാവർക്കും നന്ദി.